ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പിസ്സ എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി 2 ടേബിൾ സ്പൂണ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഞാനിവിടെ ഒരു 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ മിക്സ്, നമ്മൾ ഈസ്റ്റ് കലക്കി വെച്ച മിക്സ് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് ലൂസാക്കി കുഴച്ചെടുക്കുക. അതിന് ആവശ്യമെങ്കിൽ പാല് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കുക. ഇനി പാലില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വെള്ളം ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കാം. നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാനിവിടെ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ച ശേഷം ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഡോ നോക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഡോ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ഡോ വെച്ച് നന്നായി നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഇനി ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ നമുക്ക് ഹോൾ ഇടാം. ഇതിലെ എയറൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിൽ നമുക്ക് പിസ്സ സോസ് ഒഴിക്കാം. അത് എല്ലാ ഭാഗങ്ങളിലേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്ന കാരണം ഞാൻ പിസ്സ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ പിസ്സ സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഇനി ഇതിന് മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്യാം. അതുപോലെ ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിന് മുകളിൽ കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അതും ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഈ ചിക്കനും കൂടി സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ചീസ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസ്സയുടെ ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഗ്യാസിന് മുകളിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനായി നമ്മുടെ പാന് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂടി എടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ പിസ്സയുടെ പാൻ എടുത്ത് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് അടച്ചു വെച്ച് നമുക്ക് ഒരു 1/2 മണിക്കൂർ ലോ സിമ്മിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പിസ്സ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. പിസ്സയുടെ മുകളിലുള്ള ചീസൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.